സെപ്റ്റംബർ 19 ആരംഭിക്കാൻ പോകുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഊഹാപോഹങ്ങൾക്കൊടുവിൽ ഇന്ത്യ ഫുൾ സ്ട്രെങ്ത് ടീമിനെ തന്നെയാണ് ബംഗ്ലാദേശ് പരമ്പരയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യ സ്ക്വാഡിന്റെ കംപ്ലീറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സെപ്റ്റംബർ 19 ചെപ്പോക്കിൽ തുടങ്ങാൻ പോകുന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയെ രോഹിത് ശർമ്മ നയിക്കുമ്പോൾ വിരാട് കോഹ്ലിയും ബുംറയും ജഡേജയും അശ്വിനും അടക്കം സീനിയർ താരങ്ങൾ എല്ലാവരും തന്നെ ഉണ്ട്. ആക്സിഡന്റിന് ശേഷം പന്ത് തിരിച്ചു ടീമിലോട്ട് വന്നപ്പോൾ യാഷ് ഡയാലിന് ആദ്യമായി സീനിയർ ടീമിൽ അവസരം ലഭിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് മുന്നോടിയായി നടക്കുന്ന ഈ പരമ്പരയിലെ പ്രകടനം പല താരങ്ങൾക്കും നിർണായകമാണ്. ഇന്ത്യൻ ടീമിലോട്ട് വന്നാൽ ബാറ്റേഴ്സായി രോഹിത് ശർമ്മ, ജയ്സ്വാൾ, ഗിൽ, കോഹ്ലി, രാഹുൽ, സർഫറാസ് ഖാൻ എന്നിവർക്കാണ് സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. പൂജാരയും രഹാനെയും പൂർണ്ണമായും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താകുമ്പോൾ ഇന്ത്യയുടെ ഭാവി മധ്യനിര എങ്ങനെയാകുമെന്നത് ഈ പരമ്പരയിൽ നിന്ന് അറിയാൻ സാധിക്കും. 3 മാസത്തിനുള്ളിൽ ഓസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി നടക്കാൻ പോകുമ്പോൾ രഹാനെയ്ക്കും പൂജാരയ്ക്കും പകരക്കാരെ കണ്ടുപിടിക്കുക എന്നത് ഗംഭീറിന് തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ഇംഗ്ലണ്ട് പരമ്പരയിൽ നിന്ന് സർഫറാസ് ഖാൻ മാത്രം തന്റെ സ്ഥാനം നിലനിർത്തിയപ്പോൾ പട്ടിദാരനും പടിക്കലിനും രാഹുലും കോഹ്ലിയും തിരിച്ചു വരുമ്പോൾ സ്ഥാനം ലഭിക്കുന്നില്ല. ശ്രേയസ് അയ്യരുടെയും ഇൻകൺസിസ്റ്റ് ഫോം തന്നെയാണ് ടീമിൽ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം. മികച്ച സ്പിൻ ബോളിംഗുമായി ബംഗ്ലാദേശ് വരുമ്പോൾ ഇന്ത്യൻ മധ്യനിരയുടെ പ്രകടനം നിർണായകമാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി പന്തും ധ്രുവ് ജുറലുമാണ് ടീമിലുള്ളത്. 2022 ശേഷം പന്ത് തിരിച്ച് റെഡ് ബോൾ ക്രിക്കറ്റിലോട്ട് എത്തുമ്പോൾ താരം തന്നെയാകും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ. ഇംഗ്ലണ്ടിനെതിരെ റാഞ്ചിയിൽ മികച്ച പ്രകടനം നടത്തി കളി വിജയിപ്പിച്ച ജൂറൽ ടീമിലുള്ളതുകൊണ്ട് തന്നെ പന്തിന് മികച്ച പ്രകടനങ്ങൾ ആവശ്യമാണ് സ്ഥാനം നിലനിർത്താൻ. പന്തിന്റെ തിരിച്ചുവരവ് ശരിക്കും ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് മുതൽക്കൂട്ടാണ്. സ്പിൻ ബോളേഴ്സായി അശ്വിനും ജഡേജയും കുൽദീപും അക്ഷർ പട്ടേലും ഉള്ളപ്പോൾ ഇവരിൽ ആരൊക്കെ പ്ലേയിങ് 11-ൽ ഉണ്ടാകുമെന്നത് ഇൻട്രസ്റ്റിംഗ് ആയി കാണേണ്ട ഒന്നാണ്. മികച്ച സ്പിൻ ബോളിംഗുമായി ഇന്ത്യ വരുമ്പോൾ ഇന്ന് ലോകത്തെ ഈ സ്പിൻ ബോളിംഗിനെ വെല്ലാൻ മറ്റൊരു ടീമില്ല എന്ന് നിസ്സംശയം പറയാം. പേസ് ബോളറായിട്ട് സിറാജും ആകാശ് ദീപും ബുംറയും യാഷ് ഡയാലുമാണ് ടീമിലുള്ളത്. ബോർഡർ ഗവാസ്കർ ട്രോഫി ലക്ഷ്യം വെച്ച് ഇന്ത്യ ഈ പരമ്പര പ്ലാൻ ചെയ്യുമ്പോൾ ബുംറ എല്ലാ കളിയും കളിക്കുമെന്ന് തോന്നുന്നില്ല. ദുലീപ് ട്രോഫിയിലെ മികച്ച പ്രകടനം ആകാശ് ദീപിന് ടീമിലെ സ്ഥാനം നിലനിർത്താൻ സഹായിച്ചപ്പോൾ യാഷ് ഡയാലിന് ഇന്ത്യൻ ടീമിലോട്ടുള്ള ആദ്യ കോളപ്പാണ് ലഭിച്ചിരിക്കുന്നത്. പരിക്ക് മൂലം ഷാമി ടീമിന് പുറത്തു പോകുമ്പോൾ മുകേഷ് കുമാറിനും ഠാക്കൂറിനും ഒന്നും തന്നെ ടീമിൽ സ്ഥാനം ലഭിക്കുന്നില്ല. മികച്ച ഒരു ടീം തന്നെയായിട്ടാണ് കോച്ച് ഗംഭീർ തന്റെ ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫി മുൻപിൽ കണ്ടുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷനുമായിട്ടാകും ഇന്ത്യ കളത്തിലിറങ്ങുക. പാകിസ്ഥാനെ അവരുടെ മണ്ണിൽ പോയി തകർത്തു വരുന്ന ബംഗ്ലാദേശ് അവരുടെ സ്പിൻ ബോളിംഗ് കൊണ്ട് ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തും എന്നത് ഉറപ്പാണ്. 12 കൊല്ലമായി ഒരു ടീമിനും ഇന്ത്യൻ മണ്ണിൽ നിന്ന് ടെസ്റ്റ് പരമ്പര ജയിക്കാൻ സാധിച്ചിട്ടില്ല. ബംഗ്ലാദേശ് വെല്ലുവിളി ഉയർത്തിയാലും ഇന്ത്യയെ തകർത്ത് പരമ്പര സ്വന്തമാക്കാനും മാത്രം ആയുധങ്ങൾ ബംഗ്ലാദേശിന്റെ പക്കലുണ്ടോ എന്ന് സംശയമാണ്. കാത്തിരിക്കാം ചെപ്പോക്കിലെ മൈതാനങ്ങൾക്ക് തീപിടിക്കുന്ന പോരാട്ടങ്ങൾക്കായി.